ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പരമാവധി പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ബദറിൻ്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ബദറിൻ്റെ പാഠങ്ങൾ എന്നാണ്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രബോധനം ആരംഭിച്ചത് മുതൽ പ്രവാചകനെയും പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവരെയും ശത്രുക്കൾ കഠിനമായി മർദ്ദിക്കാൻ തുടങ്ങി. ആ മർദ്ദനത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ യാസിറിൻ്റെ കുടുംബം. പ്രവാചകൻ വളരെ വേദനയോടെ കണ്ണ് കലങ്ങിക്കൊണ്ട് അവരോട് പറയുന്ന വാക്കുണ്ട്, സബ്റൻ ആലി യാസിർ മൗഇദുകുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ സമാധാനിക്കുക, ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന്. ഖബാബ് റളിയല്ലാഹുവിന് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ശരീരം ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പൊള്ളലേറ്റതിൻ്റെ ഭാഗം. പ്രവാചകൻ അവരോടും പറയുന്നത് അതാണ്, സ്വർഗം വെറുതെ ലഭിക്കുകയില്ല. അങ്ങനെ 13 വർഷക്കാലം ഖുറൈശികളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ കഠിനമായ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നബിയും സഹാബിമാരും മക്കയിൽ കഴിഞ്ഞുകൂടി. ആ ഇടയ്ക്ക് നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ടു. ബിലാൽ റളിയല്ലാഹുവിനെ ക്രൂരമായി മർദ്ദിച്ചു, ഖബാബിനെയും ഹുബൈബിനെയും ഒക്കെ. ഇങ്ങനെ നീണ്ടുപോകുന്ന അതിനിടയിൽ 13ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും മദീനയിലേക്ക് ഹിജറ പോകാൻ അള്ളാഹു അനുമതി നൽകുകയാണ്. അങ്ങനെ അവർ മദീനയിലേക്ക് ഹിജറ പോകുന്നു. മദീനയിലേക്ക് ഹിജറ പോകുന്ന വഴിയിലും അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ശുഐബ് റളിയല്ലാഹുവിന് പറയുന്ന വാക്കുകളുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. ആ മദീനയിലെത്തി 1 വർഷവും 5 മാസവും കഴിഞ്ഞു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇനി നിങ്ങൾക്ക് തിരിച്ചടിക്കാം. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. മർദ്ദിതരാണ്. ആ മർദ്ദിതരായി ഇത്രകാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുള്ളത്, 13 വർഷം ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞ അവർ യഥാർത്ഥത്തിൽ നിൽക്കാൻ ഒരു സ്റ്റാൻഡ് ഉറപ്പിച്ചതിന് ശേഷമാണ് അവരോട് തിരിച്ചടിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വരാതെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒന്നുമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ, എങ്ങോട്ടൊന്നില്ലാതെ വെറുതെ കിട്ടിയ കല്ലും കൊണ്ട് എറിഞ്ഞ് ശത്രുക്കളെ ആട്ടി ഓടിക്കാമെന്നൊരു കാലത്തും വിചാരിക്കേണ്ട എന്നാ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. മദീനയിലെത്തി അവർ യുദ്ധത്തിന് അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കച്ചവടത്തിന് പോയി. ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നു. പ്രവാചകൻ സഹാബിമാരെ വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നു. ആ കൂട്ടത്തിൽ അൻസാരികൾപ്പെട്ട സഹാബി അഭിപ്രായം പറയുന്നു, താങ്കൾ ആഴക്കടലിൻ്റെ മധ്യത്തിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും ഞങ്ങൾ കൂടെയുണ്ടാകും റസൂലേ, ഞങ്ങൾ കൂടെയുണ്ടാകും. അതുപോലെ തന്നെ മുഹാജിറിൽ നിന്ന് പറയുന്നു, നിങ്ങൾ ഞങ്ങളെ ബർക്കല്ലമാദിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും ഞങ്ങൾ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടവർ പ്രവാചകന് സമ്മതം കൊടുക്കുന്നു, പ്രവാചകന് പിന്തുണയേകുന്നു, പ്രവാചകന്റെ കൂടെ കൂടുന്നു. പ്രവാചകൻ അവരുടെ കൂടെ അവരോട് ഇറങ്ങുകയാണ്. പക്ഷേ മനുഷ്യരെന്ന നിലയ്ക്ക് അവർക്കുണ്ടായിരുന്ന ആഗ്രഹം ആ കച്ചവട സംഘത്തെ തടയണമെന്നായിരുന്നു. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾക്ക് പിടിച്ച, ഒന്ന് കച്ചവട സംഘം, മറ്റൊന്ന് ബദറിലേക്ക് കടന്നു വന്ന ഖുറൈശി സംഘം. ആ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചരിത്രം ചുരുക്കി പറയുകയാണ്. പക്ഷേ മനുഷ്യരെന്ന നിലയ്ക്ക് സഹാബിമാർ ആഗ്രഹിച്ചത് ആ കച്ചവട സംഘത്തെ തടയുന്ന, അതിനുള്ള ആയുധമേ അവരയിലുള്ളൂ, അതിനുള്ള ഫലമേ ഉള്ളൂ, അതിനുള്ള സംഖ്യബലവും അത്രയേ ഉള്ളൂ.
പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം വേറൊന്നായിരുന്നു. അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടു. ബദറിൽ വെച്ച് യുദ്ധത്തിന് തയ്യാറായി ഇറങ്ങുകയാണ്. ഖുറൈശികളുടെ പക്ഷത്തിൽ നിന്ന് വലീദും മുത്തുബത്തും ഷൈബത്തും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വശത്ത് നിന്ന് 3 അൻസാരികളായ സഹാബിമാർ യുദ്ധത്തിനിറങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് അവർ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ മുഹമ്മദ്, ആരെയാണ് നീ വിട്ടിരിക്കുന്നത്? മൻ അൻതും, നിങ്ങൾ ആരാണ്? നിങ്ങളോട് ഞങ്ങൾക്ക് പ്രതികാരമില്ല, വെറുപ്പില്ല. നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യാനും വന്നിട്ടില്ല. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ളത് ഞങ്ങളുടെ ചോരയിൽ പിറന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ പിതൃവ്യപുത്രന്മാരുണ്ട്, അവരെ വിടൂ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് ആ സംഭവത്തിലൂടെ, ആ വാക്കിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ആദർശ സമരമായിരുന്നു. അതല്ലാതെ ആരൊക്കെയോ പറയുന്നത് പോലെ ഒരു വർഗീയ സമരമല്ല. കാരണം ഖുറൈശികൾ, ആ ശത്രുക്കൾ ആവശ്യപ്പെട്ടത് അവരുടെ ബാക്കിയുള്ളവരെയാണ്. അത് തന്നെയാണ് യുദ്ധത്തിൽ കണ്ടതും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കണ്ടു, പക്ഷെ ഞാൻ ഒഴിവാക്കി എന്ന്. അതുപോലെ പല സംഭവങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മരുമകൻ ആ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ വലിയ അള്ളാഹുവിന് വേണ്ടിയുള്ള ആ വിശ്വാസത്തിൽ പ്രവാചകന്റെ കൂടെയുള്ള സഹാബിമാർ മറ്റുള്ള വേറെ യാതൊന്നും പരിഗണിച്ചില്ല. മറ്റുള്ളവരുടെ വിശ്വാസം അല്ലെങ്കിൽ കുടുംബ ബന്ധമോ ഒന്നുമില്ല, അവരുടെ മുമ്പിൽ വിശ്വാസം മാത്രം, അതിനാണ് പ്രാധാന്യം നൽകിയത്. അങ്ങനെയാണ് ബദറിന്റെ ചരിത്രമുണ്ടാകുന്നത്. അവസാനം വിശ്വാസികൾ വിജയിച്ചു. 10-14 ആളുകൾ ഷഹീദായെങ്കിലും അവരിൽ നിന്ന് 70ഓളം ആളുകൾ മരണപ്പെട്ടു, 10-70ഓളം ആളുകൾ ബന്ധനസ്ഥരാക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിജയം ബദറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലക്കും സഹാബിമാർക്കും അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിനും നൽകി. ഇതൊരു ചരിത്രത്തിലെ വലിയ പാഠമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും അത് ഈ കാലഘട്ടത്തിൽ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ ബദറിൽ അവർ എന്തിനു വേണ്ടി ഇറങ്ങിയോ അതിനെ തന്നെ എതിർത്തുകൊണ്ട് ഇന്ന് അവരുടെ പേരിൽ നേർച്ച കഴിക്കുന്ന ഒരു വിഭാഗം, ആ ബദറിൽ അവർ എന്തിനു വേണ്ടി സമരം ചെയ്തോ അതിനെതിർത്തുകൊണ്ട് ഇതൊരു വർഗീയമായിട്ടും അതുപോലെ തന്നെ മറ്റു കലകളും മറ്റു രൂപത്തിൽ അങ്ങനെ മുതലെടുക്കുന്ന ഒരു സമൂഹം. ഇതൊന്നുമല്ല ബദർ, അതൊരു ആദർശത്തിന്റെ സമരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ ബദറിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് ആ രൂപത്തിൽ ബദറിനെ മനസ്സിലാക്കി നമ്മുടെ ഈമാൻ അവർക്കുണ്ടായിരുന്ന, ആ വിശ്വാസികളായ സഹാബിമാർക്കുണ്ടായിരുന്ന ആ ഈമാൻ നമ്മൾക്കും ഉണ്ടാവാൻ നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.